ഇത് നമ്മുടെ നാട്ടുകാരനല്ല കേട്ടോ, ആശാൻ പുറത്തു നിന്നുള്ളതാണേ. പക്ഷെ ഭയങ്കര ഫേമസ് ആണ്, ടേസ്റ്റ് കൊണ്ട് തന്നെ വേറൊന്നല്ല. അപ്പൊ കാശ്മീരി മുളകും സാദാ മുളകും കൂടി വെള്ളത്തിൽ കുതിർത്തി ഒന്ന് അരച്ച് മാറ്റുന്നുണ്ട്. പിന്നെ ഞാനിന്ന് എടുത്തിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫുഡ് പ്രോസസിംഗ് കമ്പനികളിൽ ഒന്നായ പാരിസൺസ് ഗ്രൂപ്പിന്റെ അതിഥി സൺഫ്ലവർ ഓയിലാണ്. അതൊരു അരക്കപ്പും 1/4 കപ്പ് നെയ്യും പിന്നെ സ്പൈസസും ചെറുതായി അരിഞ്ഞ സവാളയും. അളവുകളെല്ലാം താഴെ പിൻ ചെയ്യാട്ടോ. സവാള വഴന്നു വരുമ്പോൾ വെളുത്തുള്ളി അരച്ചതും ഇഞ്ചി അരച്ചതും പിന്നെ അരച്ചു വെച്ചിരുന്ന മുളകിന്റെ പേസ്റ്റും ഇട്ട് നന്നായിട്ട് ഇങ്ങോട്ട് വഴറ്റിയിട്ട് തക്കാളിയും കൂടി ഇട്ട് ഒന്നുകൂടി വഴറ്റി ഉടച്ചിട്ട് ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ഇട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് തൈരും നാരങ്ങാ നീരും. പിന്നെ ഈ ഡയറ്റ് ചെയ്യുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ കൂടിയാണ് കേട്ടോ ഈ അതിഥി. കാരണം ലെസ് അബ്സോർബൻസി ആണ്. അതുകൊണ്ട് തന്നെ ഡീപ് ഫ്രൈ ചെയ്താലും കുറച്ച് എണ്ണ കുടിക്കുള്ളൂ. പിന്നെ സീറോ കൊളസ്ട്രോൾ, ട്രാൻസ് ഫാറ്റ് ഫ്രീ, വൈറ്റമിൻ എ, ഡി, ഇ എല്ലാം ഉണ്ട്. അങ്ങനെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തിയ ജീരകശാല റൈസ് ഇട്ട് വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആമ്പൂർ ബിരിയാണി റെഡി. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യല്ലേ.